ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ പവർ മെഷീനിൽ നൂല് കോർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഈ ജാക്കിൻ്റെ മെഷീൻ വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ നൂല് കോർക്കുന്ന കാര്യം ഒരു ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഹോൾസിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ കോർത്ത് ഇത്തിരി ഡിഫിക്കൽട്ടാണത്. അപ്പോൾ അതിന് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ നൂലാണ് കോർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ഉള്ള നൂല് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ നൂല് വെച്ചിട്ട് നമ്മൾ ഈ ബ്ലാക്ക് നൂലിൻ്റെ നൂലും ഈ നൂലും പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കാം. ആ കെട്ട് ഒരു സിമ്പിൾ കെട്ടാണ് കേട്ടോ. എന്നിട്ട് അത് കുറച്ച് നീണ്ടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ താഴെ സൂചിയില്ലേ, സൂചി കൂടെ ഓൾറെഡി ആ നൂല് പുറത്തേക്ക് എടുക്കുന്നുണ്ടല്ലോ, ആ ബ്ലാക്ക് നൂല് അവിടെ പിടിച്ചിട്ട് നമ്മൾ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ കണ്ടില്ലേ മേലത്തെ നൂല് വരുന്ന നോക്ക്, നമ്മൾ ഇട്ട് കൊടുത്ത നൂല് അതിൽ കൂടെ ആ ബ്ലാക്ക് നൂലിൻ്റെ ഒപ്പം ഇങ്ങോട്ട് വന്നോളൂ. എന്നിട്ട് ആ കെട്ട് ആ ടെൻഷൻ്റെ അവിടേക്ക് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നൂല് പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ അത് ഇങ്ങോട്ട് പോന്നോളും. നൂലിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഈ നൂലിങ്ങനെ വന്ന് എല്ലാ ഹോൾസിൽ കൂടെ വന്ന് ഇത് പുറത്തേക്ക് സൂചിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. അത് ചെറിയ കെട്ടല്ലേ, അത് സൂചിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നോളും. സിമ്പിളായിട്ട് വരും. ബാക്കി നമ്മൾ ആ കറുപ്പ് നൂല് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമ്മൾക്ക് ബോബിനിൽ നൂല് ചുറ്റണമെങ്കിൽ നമുക്ക് ഈ നൂല് തന്നെയാണ് വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോബിനിലെ നൂല് തീർന്നാൽ നമുക്ക് ഈ നൂല് ചുറ്റി കൊടുക്കണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നൂലെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇവിടെ തന്നെ കിടന്നോട്ടെ കേട്ടോ. അത് നമ്മളൊന്നും ചെയ്യണ്ട. ഇവിടെ നിന്ന് നൂല് അഴിച്ചിടാം. എന്നിട്ട് അത് എന്താ വെച്ചാൽ അതിങ്ങനെ ചിലപ്പോൾ കട്ട പിടിക്കും. അതിങ്ങനെ മെഷീൻ വർക്ക് ചെയ്യുമ്പോഴേ പിന്നെ ഈ പ്രഷർ ഫുട്ട് പൊക്കി വെക്കണം, അല്ലെങ്കിൽ അത് അവിടെ തേയാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഈ നൂല് നമ്മൾ ബോബിനിൽ ചുറ്റി കൊടുക്കുക, നമ്മൾ നൂല് ചുറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതാ ഇവിടെ വെച്ചതിന് ശേഷം അത് നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് നൂല് ചുറ്റാൻ പറ്റൂ കേട്ടോ. ഇതിൽ കൂടെ കോർക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ടല്ലേ, അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ചുറ്റി കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതാ നൂലിപ്പോൾ ഫില്ലായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി വീണ്ടും സാധാ പോലെ നമ്മൾ ആദ്യം ചെയ്തില്ല അതുപോലെ ഈ നൂല് ചെയ്തെടുത്താൽ മതി, കെട്ടിട്ടിട്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.